ഇന്നലെ ഡിസ്ചാർജ് ചെയ്ത് വന്നേക്കണ്. അപ്പോ ഈ വേസ്റ്റ് പോകുന്ന ബ്ലഡിന്റെ ഉണ്ടല്ലോ, ആ പൈപ്പ് മൂത്രം പോകുന്ന പൈപ്പാണ്. 2 പൈപ്പായിട്ടാ പോകുന്നുണ്ട്. അപ്പൊ മൂത്രത്തിന്റെ പൈപ്പില് 22 ദിവസം ഒരു ഭയങ്കര മാറ്റങ്ങള്. മറ്റത് 5 ദിവസം 6 ദിവസം കൊണ്ട് എടുക്കാന്ന് പറഞ്ഞാണ്. അപ്പൊ ഓല് വെച്ച് നോക്കിയിട്ട് പറയും നാളെ എടുക്കാം, നാളെ എടുക്കാം, നാളെ എടുക്കാം, അങ്ങനെ പറച്ചിലാണ്. അപ്പൊ ഞങ്ങൾക്കൊന്ന് വിളിക്ക്, വേദനയുണ്ട്, ആ പൈപ്പ് ഇട്ടോണം, അപ്പൊ നാളെ നമുക്ക് എടുക്കാനുള്ള ഒരു ഇതായി വരട്ടോ, ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേ. അപ്പൊ ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് വിളിച്ചിരുന്നത്. പക്ഷെ നിങ്ങളെ തിരക്കാൻ തോന്നുന്നു അവിടെ. അപ്പൊ നിങ്ങളെ തിരക്ക് കഴിഞ്ഞിട്ട് വിളിക്കും. ഹലോ, നമസ്കാരം. ഞാനിന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഒരാളെ എന്നെ വിളിച്ചൊരു വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന് ഡിസ്റ്റാൻസ് ഹീലിംഗ് കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വേദന കുറഞ്ഞതും ഉറങ്ങിയതൊക്കെ ഞങ്ങളുടെ പങ്കുവച്ചിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഞാൻ നാട്ടിലില്ല, കുറച്ച് ബിസി ആയിരുന്നു. ആ സമയത്ത് 2-3 എന്താ പറയുക വീഡിയോ കോൾ വന്നു, 4 പ്രാവശ്യം വന്നു. പക്ഷെ എടുക്കാൻ പറ്റിയൊരു സാഹചര്യത്തിലായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ അദ്ദേഹം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയാസം വെച്ചാൽ രക്തത്തിനും മൂത്രത്തിനും പൈപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ അവർ എടുക്കാൻ പറ്റും, ഇന്ന് എടുക്കൽ നാളെ എടുക്കാമെന്ന് പറയുന്നല്ലാതെ, പക്ഷെ അവർക്ക് അത് ബ്ലഡ് നിൽക്കുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായി. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ ഡിസ്റ്റാൻസ് ആയിട്ട് ഹീലിംഗ് കൊടുത്തു. അതിനുശേഷം ഞാൻ രാവിലെ മെസ്സേജ് അയച്ച് എങ്ങനെയുണ്ട് ഇന്നലത്തെ അനുഭവം ഒന്ന് ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്ത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അദ്ദേഹം എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒന്ന് കേട്ട് നോക്കട്ടോ, നിങ്ങൾ കാണുന്നുണ്ടാവും. അദ്ദേഹത്തിൻ്റെ വീഡിയോ കോള് 9:10 സമയത്തൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വോയിസ് ഒന്ന് കേട്ട് നോക്കാം. അസ്സലാമലൈക്കും ഡോക്ടറെ, ഇന്നലെ ഡിസ്ചാർജ് ചെയ്ത് വന്നേക്കണ്. അപ്പോ ഈ വേസ്റ്റ് പോകുന്ന ബ്ലഡിന്റെ ഉണ്ടല്ലോ, ആ പൈപ്പ് മൂത്രം പോകുന്ന പൈപ്പാണ്. 2 പൈപ്പായിട്ടാ പോകുന്നുണ്ട്. അപ്പൊ മൂത്രത്തിന്റെ പൈപ്പില് 22 ദിവസം ഒരു ഭയങ്കര മാറ്റങ്ങള്. മറ്റത് 5 ദിവസം 6 ദിവസം കൊണ്ട് എടുക്കാന്ന് പറഞ്ഞാണ്. അപ്പൊ ഓല് വെച്ച് നോക്കിയിട്ട് പറയും നാളെ എടുക്കാം, നാളെ എടുക്കാം, നാളെ എടുക്കാം, അങ്ങനെ പറച്ചിലാണ്. അപ്പൊ ഞങ്ങൾക്കൊന്ന് വിളിക്ക്, വേദനയുണ്ട്, ആ പൈപ്പ് ഇട്ടോണം, അപ്പൊ നാളെ നമുക്ക് എടുക്കാനുള്ള ഒരു ഇതായി വരട്ടോ, ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേ. അപ്പൊ ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് വിളിച്ചിരുന്നത്. പക്ഷെ നിങ്ങളെ തിരക്കാൻ തോന്നുന്നു അവിടെ. അപ്പൊ നിങ്ങളെ തിരക്ക് കഴിഞ്ഞിട്ട് വിളിക്കും. പിന്നെ ഞാൻ അതിനുശേഷം റിപ്ലൈ കൊടുത്തതിന് ശേഷം ഞാൻ രാവിലെ എന്താണ് അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇട്ട വോയിസ് നിങ്ങള് ഇന്നലെ ഉണ്ടായ സംഭവം അന്നൊരു വോയിസ് ആയിട്ട് അയക്കോ? വലൈക്കും സലാം. ഇന്നലെ പിന്നെ ബ്ലഡ് വന്നിട്ടില്ല, വരാൻ വേണ്ടിട്ടേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പിന്നെ 2 മണിന്റെ ശേഷം ഉച്ചക്ക് 2 മണിക്കാണ് ചെയ്തത്. പിന്നെ പൈപ്പ് കുറച്ച് വലിച്ചു സിഗ്നൽ. അപ്പൊ അന്ന് പറ്റിക്ക് എടുക്കാം, അന്ന് ബ്ലഡ് വേദനയിലേക്ക് എടുക്കാനാ. പിന്നെ നിങ്ങൾക്ക് എന്തെല്ലാം വോയിസ് ഇട്ടത്. ആ ബ്ലഡ് വന്നിട്ടില്ല, അത് വരാൻ വേണ്ടിട്ടാണ് വോയിസ് നന്നായിട്ടാ. ആയിക്കോട്ടെ. ഇതാണ് ഒരുപാട് ആളുകൾക്ക് ഉപകാരം കിട്ടുന്നുണ്ട്. ഇതിൽ ആളുകൾക്ക് പ്രത്യേകിച്ച് എവിടേക്കും പോകേണ്ട ആവശ്യമില്ല, സ്വന്തം വീട്ടിൽ ഇരുന്നിട്ട് തന്നെ ഹീലിംഗ് സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളത്. ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഉണ്ണികൃഷ്ണൻ മാഷാണ്. അദ്ദേഹം അരീക്കോട് സ്വദേശിയാണ്. നമ്മുടെ
സാമൂഹികപരമായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു മഹാമനീഷിയും കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന് 2 ദിവസമായിട്ട് ഞങ്ങളിപ്പോൾ ഒരുമിച്ചാണുള്ളത്. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റി. സംസ്ഥാന അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള ആളും കൂടിയാണ്. അപ്പോ അദ്ദേഹത്തിന് എന്തൊക്കെയോ എന്നോട് ചോദിക്കാണ്ട് പറഞ്ഞു, എന്താണെന്ന് അറിയില്ല. അപ്പൊ ജസ്റ്റ് അത് ചോദിച്ചു. ഡോക്ടർ, ഞാൻ നേരത്തെ കമ്പ്യൂട്ടറിൽ നോക്കിയപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട് ഒരു രോഗിയുടെ. എന്താ കാര്യം? അത് ഞാൻ ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. എന്ന് വെച്ചാല് അദ്ദേഹത്തിന് യൂറിനിലെ പ്രോബ്ലംസ് ആണ്. അപ്പൊ യൂറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശക്തമായ വേദന ഉണ്ട്. രാത്രിയിൽ 6 പ്രാവശ്യമൊക്കെ ഇങ്ങനെ മൂത്രം പോയിക്കൊണ്ടിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഉറങ്ങാനും പറ്റിയില്ല. അങ്ങനെ അദ്ദേഹം നമ്മുടെ അടുത്ത് വന്നു, ട്രീറ്റ്മെന്റ് എടുത്ത്, ഒരു 4 ട്രീറ്റ്മെന്റ് എടുത്ത്. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്ത് അദ്ദേഹം പിന്നെ പോയി ടെസ്റ്റ് ചെയ്തു. ആ ടെസ്റ്റ് എനിക്ക് അയച്ചു തന്നു. അപ്പൊ ആ ടെസ്റ്റിൽ കാര്യമായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും എനിക്ക് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് കീമോ ചെയ്യണ്ട, പിന്നെ കരിച്ച് കളയണ്ട, അതുപോലെ ഇഞ്ചക്ഷൻ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ വോയിസ് ഒക്കെ ഞാൻ അതിൽ ഇട്ടരുത്. അപ്പൊ അദ്ദേഹം ഓപ്പറേഷൻ ചെയ്തിട്ട് എന്നിട്ട് എന്ത് ചെയ്ത് അദ്ദേഹത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് വേദന സഹിക്കാൻ പറ്റുന്നില്ല. 2 ദിവസമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പോഴും മുമ്പ് തന്നെ വിളിച്ചു, ഹോസ്പിറ്റലിൽ നിന്ന് ലൈവായിട്ട് വിളിച്ച. അപ്പോൾ ഒരു ഹീലിംഗ് കൊടുക്കും. ആ ഹീലിംഗിൽ എന്ത് ചെയ്ത് അദ്ദേഹം നന്നായിട്ട് ആശ്വാസമായി, വേദനകൾ കുറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം തന്നെ എനിക്കത് വോയിസ് അയച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആള് ഇന്നലെ ഡിസ്ചാർജ് ആയി വീട്ടിലെത്തിയിട്ട് അപ്പോൾ രക്തം പോകുന്ന പൈപ്പ് കൊണ്ട് മൂത്രത്തിൽ പൈപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മൂത്രത്തിലുള്ള പൈപ്പ് പിന്നെ ഏകദേശം 22 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേ പൈപ്പ് ഒരു 5-6 ദിവസം കൊണ്ട് എടുക്കാന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ ഒരു 5-6 ദിവസമായിട്ട് അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. വെച്ചാൽ എടുക്കാനായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നു, ബ്ലഡ് നിൽക്കുന്നില്ല. അപ്പോഴല്ലേ അപ്പൊ അദ്ദേഹത്തിന് ആ പ്രയാസം കാരണത്താലാണ് ഇന്നലെ രാത്രിയിൽ നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അവിടെ വന്ന സമയത്താണ് അദ്ദേഹം വിളിക്കുന്നത്. അപ്പൊ ആ സമയത്ത് എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അവിടെ വന്ന് റൂമിൽ വന്ന് നോക്കുമ്പോഴാണ് എനിക്ക് അവരുടെ മെസ്സേജ് എനിക്ക് കിട്ടിയത്. അത് കേട്ടപ്പോൾ അദ്ദേഹം വളരെ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ തന്നെ ഞാൻ വിളിച്ചിട്ട് അദ്ദേഹത്തിന് ലീവ് കൊടുത്തു. അപ്പൊ അതിനുശേഷം രാവിലെ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, എന്താണ് മെസ്സേജ് നോക്കിയുള്ളതാണ് ചോദിച്ചത്, എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പൊ അദ്ദേഹം ചെയ്ത് അതിനുള്ള മറുപടി പറഞ്ഞത് ഞാൻ ഒരു വാർത്തയിൽ കേൾക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഡോക്ടർക്ക് ഇങ്ങനെ കുറെ ആൾക്കാർക്ക് സേവനം നൽകാൻ കഴിയട്ടെ എന്ന് ആശിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.